രണ്ടാം അധ്യായം ഗീതാവിഷയ സംഗ്രഹം. കരുണ കാരണം അശ്രുപൂർണനായി വ്യാകുലജിത്തൻ വിഷാദഗ്രസ്തനാം ധനഞ്ജയനോടി വണ്ണം മുര ചെയ്തു. മധുവാം ദാനവനെ കൊന്ന മധുസൂദനൻ കൃഷ്ണൻ എന്നു പറഞ്ഞു സഞ്ജയൻ അന്നേരം. കഷ്ടം വരുമ്പോൾ നിനക്ക് ഈ കശ്മലം വന്നത് എങ്ങു നിന്നാണ് സുഹൃത്തേ ധനഞ്ജയ? ജീവിതമൂല്യം അറിയുന്നവർക്ക് ഒട്ടുമേ യോജിച്ചതല്ലിത്. സ്വർഗപ്രാപ്തിക്ക് അനുകൂലമല്ലാത്ത ദുഷ്കീർത്തി വൃത്തി ഇത് ഓർക്കുക നല്ലത്. നപുംസകമാകാൻ നീ പാടയില്ല ധനഞ്ജയ. യോജിച്ചതല്ല ലവലേശവും പോലും നിനക്കിത്. നപുംസകമാകാൻ നീ പാടയില്ല ധനഞ്ജയ. യോജിച്ചതല്ല ലവലേശം പോലും നിനക്കിത്. ക്ഷുദ്രതരമാം നിൻ മനോജാബല്യം വിട്ട് എഴുന്നേറ്റിടണം നീ ശത്രു സംഹാരകനാം പരന്തവ. ശത്രുനാശം വിതക്കും പരമ്പുമാനോടി വണ്ണം മുര ചെയ്തു പാർത്ഥനും അന്നേരം. പൂജ്യരാം ഭീഷ്മരും ദ്രോണരും എങ്ങനെ ശരം വേയും യുദ്ധത്തിൽ അവർക്കു നേർ ചൊന്നാലും മധുസൂദന ഞാൻ എങ്ങനെ പോരാടും ശത്രു സംഹാരകനാം പരമ്പുമാനാം കൃഷ്ണ. മഹാനുഭാവന്മാരാം ആചാര്യന്മാരെ ഹനിക്കാതെ ഭിക്ഷാം ദേഹികളായിട്ടിഹം മൃഷ്ടാന്നം ഭുജിച്ചിടാം. അർത്ഥകാമികളാമീ ഗുരുക്കന്മാരെ കൊന്നാൽ കിട്ടുന്ന ഭോഗങ്ങളും രക്തപങ്കിലം കൃഷ്ണ. ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലാതെ ഭിക്ഷാന്നം ഭുജിച്ചിടണോ? മൂറ്റവന്മാരെ കൊന്ന് രാജാവായി ഭവിക്കണോ? ഞങ്ങൾ വെന്നിടുമോ അതോ അവർ വിജയിച്ചിടുമോ? ഉഭയേ നല്ലത് ഏത് എന്ന് അറിഞ്ഞൂടെനിക്ക് കേശവ. ഏത് കൗരവന്മാരെ കൊന്ന് ജീവിക്കാൻ ആശയില്ലയോ? അതേ ധാർത്തരാഷ്ട്രന്മാർ നിൽപ്പുണ്ട് ഇവിടെ നേർക്കുനേർ യുദ്ധത്തിൽ നമ്മെ ഹനിച്ചിടാൻ, രാജ്യം കൈക്കലാക്കിയിടുവാൻ. അജ്ഞാനമൂടാന്തനായ എനിക്ക് ധർമ്മബോധമറ്റ് ചിത്തം വ്യാകുലമായ ഞാൻ ശരിയും തെറ്റും അറിയാനായി കൃഷ്ണ സഹായിക്കണമെന്നെ നീ. ശ്രേയസ്കരം എനിക്ക് ഏത് എന്ന് ജ്ഞാനന്തരേണം എനിക്ക് നീ കൃഷ്ണ. നിൻ ശിഷ്യനായി ശരണാഗതനായി നിൽപ്പൂ ഞാൻ. ധർമ്മതത്വങ്ങൾ ശരിയാം വണ്ണം ഗ്രഹിച്ചിടാൻ സഹായിക്കണം കൃഷ്ണ, സഹായിക്കണമെന്നെ നീ. ഭഗവാനോട് ആത്മജ്ഞാനം തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. ക്ഷിതിയിൽ സുഭിക്ഷരാജ്യവും വൈരിയില്ലാത്ത ലോകവും സുരേശ പീഡലബ്ധിയും സുരലോകാധിപത്യവും സർവവും കരത്തിലെത്തിലും കാൺമതില്ല ഞാൻ. ഇന്ദ്രിയങ്ങളെ ചുട്ടരിക്കുമൻ ശോക സംഹാര സാധ്യത സഖേ കൃഷ്ണ. ഗോപികാരവണ മാധവ മധുസൂദന ഹരിഗോവിന്ദ രാമ ഹരി നാരായണായ നമ നാരായണായ നമ. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ശാശ്വതമായ സുഖം കിട്ടുകയുള്ളൂ. അംബികാസുതനോട് ഈ വണ്ണം മുര ചെയ്തു ഋഷിതുല്യന മന്ത്രി സഞ്ജയന നേരം. ഇന്ദ്രിയദേവനായ കൃഷ്ണനോടിത്തം പറഞ്ഞിട്ട് നിദ്രയെ ജയിച്ചവൻ ശത്രു സംഹാരകൻ അജ്ഞാനത്തെ വെന്നവൻ ധനഞ്ജയൻ ഞാനില്ല പോരിന് എന്നുര ചെയ്ത് മൗനിയായിരിപ്പായി തേരിൻ തട്ടിൽ തന്നെ. ഇരുസൈന്യമധ്യത്തിൽ വിഷാദഗ്രസ്തനായിരുന്ന പരന്തവനാം ധനഞ്ജയനോടി വണ്ണം മുര ചെയ്തു ഇന്ദ്രിയാധിപനാം കൃഷ്ണൻ സുസ്മേരവദനായി. ശോകം പാടില്ലാത്തവരെയോർത്ത് ശോചിക്കുന്നു പരന്തവൻ, ഗതാഗതരെയോർത്ത് ശോചിക്കാഭുതനായവൻ. ജ്ഞാനിയെ പോലെ ഓതുന്നു പാർത്ഥൻ പ്രജ്ഞാവാദങ്ങളോരോന്നായി. ഞാനും നീയും ഈ ജനാധിപന്മാരൊക്കെയും ഇല്ലാതായിട്ടില്ല ഒരിക്കലും. നാം എല്ലാവരും ഇല്ലാതാകുന്നൊരു കാലം വരാനിരിക്കുന്നുമില്ല ഭാവിയിൽ. ദേഹസ്ഥനാം ദേഹിക്ക് ദേഹത്തിൽ കൗമാരം യൗവനം പിന്നെ ജരയും വന്നിടുന്നപ്പോൾ വന്നു ചേരും പരകായ പ്രവേശവും ധീരനതിൽ അന്യതാജ്ഞാനം ലവലേശമില്ല ഭാരത.
ദേഹസ്ഥനാം ദേഹിക്ക് ദേഹത്തിൽ കൗമാരം യൗവനം പിന്നെ ജരയും വന്നിടുന്ന പോൽ വന്നു ചേരും പരകായ പ്രവേശവും ധീരനതിൽ അന്യതാജ്ഞാനം ലവലേശമില്ല ഭാരത. ദ്വയദായകങ്ങളാം ഇന്ദ്രിയ വിഷയങ്ങൾ ശീതോഷ്ണ സുഖദുഃഖപ്രദായകം അനിത്യങ്ങളാം അവയെല്ലാം വന്നും പോയും ഇരിക്കുന്നവയെ സഹിക്കണം പരന്തവ. സുഖദുഃഖ സമചിത്തൻ ദ്വന്ദ്വങ്ങൾ സഹിപ്പവൻ സമഭാവനയോടവ അനുഭവിപ്പവൻ ധീരൻ ജീവൻ മുക്തിക്ക് അർഹനാമവൻ. സുഖദുഃഖ സമചിത്തൻ ദ്വന്ദ്വങ്ങൾ സഹിപ്പവൻ സമഭാവനയോടവ അനുഭവിപ്പവൻ ധീരൻ ജീവൻ മുക്തിക്ക് അർഹനാമവൻ. അസത്തായത് സത്താകുന്നില്ല ഒരിക്കലും ഉണ്മയായത് തഥാ അസത്വമാകുന്നില്ല. അസത്താമീ മിഥ്യാപ്രപഞ്ചം സദാ പരിണാമവിധേയം ധനഞ്ജയ. പരമാർത്ഥം രണ്ടിൻ്റെയും ശരിയായി അറിയുന്നവർ പരമാത്മജ്ഞാനികൾ മാത്രം പരന്തവ. അസത്തായത് സത്താകുന്നില്ല ഒരിക്കലും ഉണ്മയായത് തഥാ അസത്വമാകുന്നില്ല. അസത്താമീ മിഥ്യാപ്രപഞ്ചം പരിണാമവിധേയകം ധനഞ്ജയ. പരമാർത്ഥം രണ്ടിൻ്റെയും ശരിയായി അറിയുന്നവർ പരമാത്മജ്ഞാനികൾ മാത്രം പരന്തവ. അഹമാത്മവാസവാത്മജ അഹം ബ്രഹ്മം ധനഞ്ജയ ഗുഡാകേശ ധനുർധര. ഈ കാണുന്നതിലെല്ലാം സർവം വ്യാപൃതമാണത്, നശിക്കാത്തതാണ് അത് എന്നും നീ അറിയണം പരന്തവ. വൃദ്ധിക്ഷയമില്ലാത്തതാം അതിനെ ക്ഷയിപ്പിക്കാനും സാധ്യമല്ലാർക്കുമേ പരദർശവ. അഹം ആത്മവാസവാത്മജ അഹം ബ്രഹ്മം ധനഞ്ജയ ഗുഡാകേശ ധനുർധര. ഈ കാണുന്നതിലെല്ലാം സർവം വ്യാപൃതമാണത്, നശിക്കാത്തതാണ് അത് എന്നും നീ അറിയണം പരന്തവ. വൃദ്ധിക്ഷയമില്ലാത്തതാം അതിനെ ക്ഷയിപ്പിക്കാനും സാധ്യമല്ലാർക്കുമേ പരദർശവ. അന്ത്യമുള്ളതാം ഈ ഭൗതിക ദേഹത്തിൽ ശാശ്വതനായി അവിനാശനായി അപ്രമേയനായി ദേഹസ്ഥനാം ദേഹിയിരിക്കയാൽ യുദ്ധം ചെയ്യണം നീ ഭാരതശ്രേഷ്ഠനാം പരന്തവ. ദേഹസ്ഥനാം ദേഹി കൊല്ലുന്നവനാണെന്നും കൊല്ലപ്പെടുന്നവനാണെന്നും ധരിപ്പവർ രണ്ടും മൂഢന്മാർ പരന്തവ. കൊല്ലുന്നില്ല ഇവൻ ആരെയും, കൊല്ലപ്പെടുന്നുമില്ല ഇവൻ ദേഹി, മരിക്കുന്നും ഇല്ല ഇവൻ ധനഞ്ജയ ധനുർധര ഭാരത ഭരദർഷഭ. ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇവൻ, ഉണ്ടായിട്ടില്ലാതാകുന്നുമില്ല ഇവൻ, അജൻ നിത്യൻ ശാശ്വതൻ പുരാണൻ ദേഹി. ദേഹം പോകുമ്പോൾ പോകുന്നില്ല ദേഹസ്ഥൻ. ആത്മജ്ഞാനിയാം ഒരുവൻ അറിയുന്നു സത്യം പരമം ദേഹസ്ഥൻ അജൻ നിത്യൻ അവ്യൻ അവിനാശൻ ശാശ്വതൻ എന്നത്. സത്യം അറിഞ്ഞാൽ പിന്നെ ആരെ കൊല്ലാൻ പാർത്ത ആരാലും കൊല്ലിപ്പതെങ്ങനെ? ജീർണിച്ചതാം ഉടയാടകൾ ത്യജിച്ചു മർത്യൻ നവങ്ങളാം വസ്ത്രങ്ങൾ അണിയുന്ന പോലെ ജീർണിച്ച ദേഹങ്ങൾ അണഞ്ഞിടുമ്പോൾ ദേഹി നവങ്ങളാം ദേഹങ്ങൾ അണിഞ്ഞിടുന്നു. ശസ്ത്രം ചിന്തുന്നില്ല ദേഹിയെ, തീയിൽ കത്തുന്നുമില്ല ഇവൻ, ജലത്തിൽ അലിയുന്നില്ല ദേഹസ്ഥൻ, ഉണങ്ങുന്നില്ല ദേഹി കാറ്റതിൽ. അച്ഛേദ്യൻ അദാഹ്യൻ അക്ലേദ്യൻ അശോഷ്യൻ സർവവ്യാപിയാം സ്ഥിരസ്വഭാവി അജലൻ സനാതനൻ ദേഹസ്ഥനാം ദേഹി എന്നറിഞ്ഞാലും നീ ധനഞ്ജയ ധനുർധര ഭാരത ഭരദർഷഭ. അച്ഛേദ്യൻ അദാഹ്യൻ അക്ലേദ്യൻ അശോഷ്യൻ സർവവ്യാപിയാം സ്ഥിരസ്വഭാവി അജലൻ സനാതനൻ ദേഹസ്ഥനാം ദേഹി എന്ന് നീ അറിഞ്ഞാലും ധനഞ്ജയ ധനുർധര ഭാരത ഭരദർഷഭ. വികാരരഹിതൻ ദേഹസ്ഥനാം ദേഹി അവ്യക്തൻ അചിന്ത്യനുമാകയാൽ ശരിയാം വണ്ണം അതുൾക്കൊണ്ട് നീ വ്യസനിക്കരുത് പാണ്ഡവ പാണ്ഡുനന്ദന ധനഞ്ജയ ധനുർധര. നിത്യം ജാതനും നിത്യം മൃതനുമാണ് ഈ ദേഹസ്ഥനാം ദേഹി എന്ന് നീ ധരിച്ചിടലും മഹാരഥ. ഈ വിധം ശോചിച്ചിടുന്നത് ഉചിതമല്ല ഒട്ടുമേ പരന്തവ പാണ്ഡുനന്ദന പാണ്ഡുപുത്ര ധനുർധര ഭാരത. ഇന്ദ്രരൂപ ഇന്ദ്രസൂത ഇന്ദ്രാത്മജ കുന്തിപുത്ര കുന്തിനന്ദന പാർത്ഥ ധനഞ്ജയ. ജനിച്ചാൽ മരണവും മരിച്ചാൽ പുനർജനനവും സുനിശ്ചയം ധനഞ്ജയ ധനുർധര ഭാരത. അപരിഹാരം ഈ കാര്യത്തിൽ നീ ശോചിപ്പത് അനുചിതം പരന്തവ പാണ്ഡുനന്ദന കുന്തിപുത്ര ധനഞ്ജയ ധനുർധര.
ഇന്ദ്രിയഗോചരമല്ലാത്ത അവസ്ഥയിൽ ആദിയിൽ ഭൂതങ്ങൾ സർവവും പരന്തവ പാണ്ഡുനന്ദന